ഗാസയിൽ സയനിസ്റ്റുകൾ, ഇസ്രായേലിയർ അവിടുത്തെ പലസ്തീനികളെ, അവിടുത്തെ കുട്ടികളെ ബോംബിട്ട് കൊല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ഇതേ തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ഭീകര സംഘടന ഇറാഖിലും സിറിയയിലും പെണ്ണുങ്ങളെയും കുട്ടികളെയും, അവർ ഷിയാക്കളായിരിക്കാം, കുർദുകളായിരിക്കാം, യസീദികളായിരിക്കാം, അവരുടെ നേരെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ അതിനെതിരെ കൈ ഉയർത്തേണ്ടതാണ്, അതിനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ടതാണ്, അതിനെ പ്രതിരോധിക്കേണ്ടതാണ്, അതിനെ പ്രതിഷേധിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ സൈനിക സ്കൂളിൽ കയറി ചെന്നിട്ട് 139 കുട്ടികളെ താലിബാൻ വെടിവെച്ചും ബോംബെറിഞ്ഞും കൊല്ലുമ്പോൾ അതിനെതിരായിട്ടും നമ്മുടെ ശബ്ദം ഉയരേണ്ടതാണ്. അപ്പോൾ താലിബാനോ ഇസ്ലാമിക് സ്റ്റേറ്റോ ചെയ്യുമ്പോൾ അത് മിണ്ടാതിരിക്കുകയും, സയനിസ്റ്റുകൾ ഇസ്രായേൽ രാഷ്ട്രം ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് ഭയങ്കര വിലാപവും ഭയങ്കര പ്രതിഷേധവും പ്രതിരോധം ഉണ്ടാക്കുക, അത് നീതിബോധമല്ല, അത് രാഷ്ട്രീയമല്ല, അത് പക്ഷപാതമാണ്. ഈ പക്ഷപാതമുക്തമായ രീതിയിൽ നീതിബോധം പ്രവർത്തിക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് ഞാൻ വിളിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ മനസാക്ഷി സ്വസ്ഥമായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടാത്തത് എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധമാണ് എന്നും നീതിബോധത്തെ നിശബ്ദമാക്കുന്ന എന്തും അരാഷ്ട്രീയവൽക്കരണമാണ് എന്നും. അതുകൊണ്ട് പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് എൻ്റെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. എന്നെ കൊണ്ടാവും പോലെ എനിക്ക് തിരിയുന്ന മട്ടിൽ നീതിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ അതൊരു കൊടിയുടെയോ ഒരു പാർട്ടിയുടെയോ ഒരു മുദ്രയുടെയോ ഒരു മുദ്രാവാക്യത്തിൻ്റെയോ നിഴലിൽ നിൽക്കുന്നതല്ല.